ഓണത്തിന് തയ്യാറാക്കാൻ വെറൈറ്റി പായസമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പായസം പിടിച്ചോളിട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നെയ്യ് ഒന്ന് ചൂടായി മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ഞാൻ 2 ക്യാരറ്റ്, ചെറിയൊരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് എടുത്തില്ല. ഞാൻ കുറഞ്ഞ അളവിലുള്ള പായസമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള. അപ്പോൾ അത് ഈ ഒരു 2 ചെറിയ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു നെയ്യിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അത് നമ്മൾ ഈ തീയിൽ ഇട്ട് കൊടുത്ത് അത്രയും വഴന്ന് വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അതങ്ങ് കുറഞ്ഞു വരും, പകുതിയായിട്ട് കുറഞ്ഞു വരും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളം മുഴുവൻ വറ്റിയിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് ക്യാരറ്റ് കുക്കായി വരുള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് നമ്മൾ പായസം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സേമിയ കേട്ടോ ചേർത്തിട്ടുള്ളത്. അതൊന്ന് വറുത്തെടുക്കുക. വറുത്തതായാലും വറുക്കാത്തതായാലും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ചായി വരുമല്ലോ, കരിഞ്ഞു പോകരുതേ. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാട്ട് ചേർത്തിട്ടുള്ളത്. 2 കപ്പ് പാല്, അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോഴേക്കും ആ പാലൊക്കെ ഒന്ന് വറ്റി വരുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിലേക്ക് ഒരു 4 ഏലക്കായ ചതച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സേമിയ വേവുന്നതിന് മുന്നേ പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ സേമിയ വേവാതെ അതിങ്ങനെ അടിയിൽ, നമ്മൾ ചില സ്ഥലത്ത് നിന്ന് പായസം കുടിക്കുമ്പോൾ കടിയിലെ സേമിയ ഗ്ലാസിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ എന്താ പറയുക, പാട കെട്ടാതെയും ഒക്കെ ഇരിക്കുള്ളൂ പായസം. അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ അത് വേവിച്ചെടുക്കുക. സേമിയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ക്യാരറ്റും വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വന്ന് കുറേ ടൈമൊന്നും വേണ്ടി വരില്ല കേട്ടോ സേമിയ കുക്ക് ചെയ്യാൻ. നമുക്കറിയാമല്ലോ നോക്കുമ്പോൾ തന്നെ. ഒരുപാടങ്ങ് വെന്ത് കുഴയും വേണ്ട, എന്നാൽ കറക്റ്റ് കുക്കാവുകയും വേണം. ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ സേമിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ 1 കപ്പ് അതിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ക്യാരറ്റും സേമിയൊക്കെ ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെയും അതുപോലെ സേമിയത്തിൻ്റെ പായസത്തിലേക്ക് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിലോ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ്, നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറഞ്ഞ അളവല്ലേ ഉള്ളൂ. പിന്നെ ബാക്കി പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കി പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേറെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പിന്നെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. 1/2 ലിറ്റർ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. ആ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു പായസം ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കസ്റ്റാർഡ് പൗഡറും കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ഒരു പായസത്തിന്. അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ മതിയിട്ട്, അതിൽ കൂടുതൽ വേണം. നമ്മൾ കുറഞ്ഞ അളവിലല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ സേമിയൊക്കെ നെയ്യിലാണ് വറുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ മതി. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചാൽ അടിപൊളി പായസം റെഡി. ചൂടാറുന്നതിന് മുന്നേ ഒഴിക്കുക. എന്നാൽ കുറച്ച് സമയം, ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റിന് ശേഷം ചെറിയ ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ ആൻഡ് വെറൈറ്റി റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്